السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ കാരണവന്മാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാൻ അതിൻ്റെ പകുതിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. സാധാരണയായി തുടക്കത്തിലുണ്ടാകുന്ന ആവേശം മെല്ലെ മെല്ലെ ചോർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മുടെ പള്ളികളിൽ ജമാഅത്തൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സുബഹി ജമാഅത്തിനടക്കം ആദ്യത്തെ 2-3 ദിവസമുണ്ടായ ആ ഒരു ആൾക്കൂട്ടം മെല്ലെ മെല്ലെ ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് കൂടുതൽ പ്രതിഫലമുള്ളതാവുക. എത്രയാണ് അല്ലാഹു നമുക്ക് റമദാനിൽ ആയുസ് നൽകിയത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കാം ഇത്. അതുകൊണ്ട് കിട്ടിയ സന്ദർഭത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂനിൽ അതിൻ്റെ തുടക്കത്തിൽ വിശ്വാസികളായ ആളുകൾ എങ്ങനെയായിരിക്കണം, അതല്ലെങ്കിൽ അവർ എങ്ങനെയായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. അതിലൂടെ അല്ലാഹു വിശ്വാസികളുടെ സ്വഭാവമായിക്കൊണ്ട് എണ്ണി പറഞ്ഞിട്ടുള്ള ഒരു 8-9 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്ന് വേഗത്തിൽ ഓടിച്ച് വിശദീകരിക്കാതെ തന്നെ ചില കാര്യങ്ങൾ പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വിശ്വാസികളായ മുഅ്മിനുകളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. ഇനി ആരൊക്കെയാണ് മുഅ്മിനുകൾ? ആ മുഅ്മിനുകൾക്ക് അല്ലാഹു എന്താണ് പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്, അതാണ് ശേഷമുള്ള ആയത്തുകളിൽ അല്ലാഹു വിശദീകരിക്കാൻ പോകും. ഇവിടെ 1-ാമത്തെ ആയത്തിൽ ഖദ് അഫ്ലഹ അൽ മുഅ്മിനൂൻ എന്നാണ് അല്ലാഹു വിശദീകരിച്ചത്.
മുഅ്മിനുകൾ വിജയിച്ചിരിക്കും, തീർച്ചയായും കൊണ്ട് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ മുഅ്മിനുകളായ ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയമുണ്ടാവൂ. ഈ വിജയം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പരലോകത്തിലുള്ള വിജയമാണ്, അല്ല ദുനിയാവിലെ SSLC പ്ലസ് ടു അതുപോലത്തെ മറ്റുള്ള വിജയങ്ങളല്ല. അത് മുഅ്മിനുകളല്ലാത്തവരും വിജയിക്കും ചിലപ്പോൾ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്യന്തികമായി വിജയം എന്ന് പറയുന്നത് പരലോകത്തെ വിജയമാണ്. കാഫറുകൾ വിജയിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് പരലോകത്തുള്ള വിജയമാണ്. പരലോകത്ത് വിജയിക്കുന്ന ആളുകൾ മുഅ്മിനുകളായ ആളുകൾ മാത്രമാണ്. മുഅ്മിനുകളല്ലാത്ത ആളുകൾ, വിശ്വാസം ശരിയല്ലാത്ത, തൗഹീദ് ശരിയല്ലാത്ത ആരും പരലോകത്ത് വിജയിക്കുകയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ മുഅ്മിനാകണമെങ്കിൽ, വിജയത്തിൻ്റെ അർഹനാകണമെങ്കിൽ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസം, ഈമാൻ ശരിയാകണം. അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ചാൽ മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിന് മാത്രം ആരാധനകൾ അർപ്പിക്കണം. അപ്പോഴാണ് മുഅ്മിനാകുക. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ആ സൂറത്തുൽ കാഫിറിന് അല്ലാഹു പറഞ്ഞത് വല അൻതും ആബിദൂന മാ അഅബുദ്. നബിയെ, നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകളോട് പറയേണ്ട കാര്യം എന്താ? ഞാൻ ആരാധിക്കുന്ന ഒന്നിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നാണ്. അഥവാ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധിക്കുന്ന പടച്ച റബ്ബിനെ മക്കത്തെ മുശ്രിക്കുകൾ ആരാധിക്കുന്നില്ല. എന്നാൽ നമുക്കറിയാം, മക്കത്തെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ അംഗീകരിച്ചവരായിരുന്നു, അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റവരായിരുന്നു, അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തവരായിരുന്നു, അള്ളാഹുവിന് വേണ്ടി നേർച്ച നേർന്നവരായിരുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരായിരുന്നു. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച, അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്ത, അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റ, അള്ളാഹുവിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്ത, അള്ളാഹുവിന് വേണ്ടി മൃഗങ്ങളെ മാറ്റി വെച്ച, എല്ലാം ചെയ്തിട്ടും അള്ളാഹു പറയാൻ വേണ്ടി പറഞ്ഞെന്താണ്? വല അൻതും ആബിദൂന മാ അഅബുദ്. ഞാൻ ആരാധിക്കുന്നു ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നാണ്. അവരാരാധിച്ചിട്ടില്ലേ? ആരാധിച്ചിട്ടുണ്ട്. പിന്നെന്താ അള്ളാഹ് അങ്ങനെ പറയാൻ കാരണം? അതിന് വിശദീകരിക്കും മുഫസ്സിറുകൾ പറഞ്ഞത് ലഅദമി ഇഖ്ലാസിക്കും. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഖ്ലാസ് ഇല്ല? എന്തുകൊണ്ട് ഇഖ്ലാസ് ഇല്ല? ഫഇബാദത്തുക്കും ലഹു അൽ മുഖ്തരിന ബിശ്ശിർക്ക്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് ശിർക്കോട് കൂടിയാണ്. അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആരാധിക്കുന്നത് ശിർക്കോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലാ തുസമ്മ ഇബാദ. ഷിർക്കോട് കൂടി അള്ളാഹുവിന് ഒരു ഇബാദത്ത് ചെയ്താൽ അത് അള്ളാഹ് ഇബാദത്തായി പരിഗണിക്കുകയേയില്ല. അവൻ പരലോകത്ത് വിജയിക്കാൻ പോകില്ല, അവൻ മുഅ്മിനാവില്ല. അപ്പം അള്ളാഹിനെ ആരാധിച്ചാലും അള്ളാഹിനെ പ്രാർത്ഥിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നേർച്ച വഴിപാട് അർപ്പിച്ചാലും ഒന്നും ഒരാൾ മുഅ്മിനാകുന്നില്ല. എപ്പോഴാണ് മുഅ്മിനാകുന്നത്? ഇഖ്ലാസ്, അള്ളാഹുവിന് മാത്രം എന്നുള്ള അത് വരുമ്പോഴാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ മാത്രത്തിലാണ് മുഅ്മിനും മുഅ്മിനല്ലാത്തവനും വേർതിരിയുന്നത്. മുഅ്മിൻ അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിക്കുന്നു, മുഅ്മിനല്ലാത്തവർ അള്ളാഹുവിനും അർപ്പിക്കുന്നു, അള്ളാഹു അല്ലാത്തവർക്കും അർപ്പിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിച്ചവൻ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകത്തിൽ കാണാം. അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അക്സറു അമലാന്നല്ല. നിങ്ങൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയല്ല അള്ളാഹു ഭൂമിയിൽ മരണത്തെയും അതുപോലെ തന്നെ ജീവിതത്തെയും സൃഷ്ടിച്ചത്. നിങ്ങളെ തന്നെ സൃഷ്ടിച്ചതിനല്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അതാണ് അള്ളാഹിൻ്റെ പരീക്ഷണം. കുറേ അമൽ ചെയ്തിട്ട് നരകത്ത് പോകുന്ന ആളുകളെ കുറിച്ച് സൂറത്ത് ഗാശിയത പറഞ്ഞിട്ടുണ്ട്. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. അള്ളാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. കുറേ അമൽ ചെയ്യുന്നല്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അഹ്സന അമൽ ചെയ്യണം. എന്താ അഹ്സന അമൽ? അദ്ദേഹം പറയാണ്, ഒരു അമൽ അഹ്സനാകണമെങ്കിൽ ഇന്നൽ അമൽ ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബൻ ലം യഖബൽ. അള്ളാഹുവിൻ്റെ വജൂഹ് ഉദ്ദേശിച്ച് മാത്രം ചെയ്യാം. അതുപോലെ തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാമാണ്. എന്നിട്ട് അദ്ദേഹം വഇദാ കാന സവാബൻ വലം യകുൻ ഖാലിസൻ ലം യഖ്ബൽ ഹത്താ യകൂന ഖാലിസൻ സവാബൻ. എപ്പോഴാണ് ഖാലിസ് സവാബുക? വൽ ഖാലിസു ഇദാ കാന ലില്ലാഹ് വസ്സവാബു ഇദാ കാന അലാ സുന്ന. ഒന്ന് അള്ളാഹുവിന് വേണ്ടി മാത്രം തൗഹീദോടുകൂടി ചെയ്യുക, രണ്ടാമത്തെ ഇത്തിബാഅോടുകൂടി ചെയ്യുക. അപ്പോൾ ഒരാൾ മുഅ്മിനായി തീരുക എന്ന് പറഞ്ഞാൽ തൗഹീദ് ശരിയാകണം, ഇത്തിബാഉം ശരിയാകണം. ഈ രണ്ട് കാര്യങ്ങളും ശരിയായൊരു മനുഷ്യനാണ് അൽ മുഅ്മിനൂൻ. അങ്ങനെയുള്ള മുഅ്മിനുകളെ പറ്റി അവർ പറഞ്ഞു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ആ മുഅ്മിനുകളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച തൗഹീദിലാണ് നമ്മളുള്ള. അപ്പോൾ അങ്ങനത്തെ പെരുമാറാവട്ടെ. തൗഹീദ് ഏത് സമയത്ത് തെറ്റിപ്പോകാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവാചകനെ കാണാനൊക്കെ ജീവിതത്തിൽ പ്രവാചകനെ ആസ്വദിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ ചില ആളുകൾ ചില സന്ദർഭങ്ങളിലൊക്കെ മുർത്തദ്ദായി പോയ സംഭവങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ അറിയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ നിന്നിരുന്ന ആളുകൾ പിന്നീട് മുർത്തദ്ദായി ഹദീസ് നിഷേധികളായി ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ട്. നഊദുബില്ല. അതുകൊണ്ട് മുഅ്മിനുകളായ ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ വിജയം. ഇനി ആരാണ് മുഅ്മിനുകൾ? കാരണം മുഅ്മിനല്ലാത്ത ഒരാളെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ കയറ്റും. ഇന്നഹു മയുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മാഇദയുടെ 22-ാമത്തെ ആയത്തിൽ പറയും മഅവാഹുന്നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ശിർക്ക് ചെയ്തോ അവൻ സ്വർഗം ഹറാമാക്കി. അത് എത്ര അമലിനെ അവൻ ചെയ്തിട്ടും കാര്യം. അതുകൊണ്ട് മുഅ്മിനാകണം, അവനെ വിജയിക്കും. ഇനി രണ്ടാമത്തെ മുഅ്മിനുകളുടെ ക്വാളിറ്റി ഈമാൻ ഉണ്ടായാൽ മാത്രം പോരാ. രണ്ടാമത്തെ ക്വാളിറ്റി അല്ലാഹു പറയാൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഈ സ്വർഗത്തിൽ പോകുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കുന്ന മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അവർ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കും, നിസ്കരിക്കുന്നവരായിരിക്കും എന്നല്ല അവർ. അത് അള്ളാഹു അവസാനം പറയുന്നുണ്ട്. മുഅ്മിനുകളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോൾ, അള്ളാഹുവുമായിട്ട് സംസാരിക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി കൊണ്ട് മുനാജാത്ത് നടത്തുക, അതാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കണം. ഒരു വ്യക്തിയോട് നേർക്കുനേരെ അഭിമുഖമായിക്കൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് നമ്മൾ നിസ്കാരത്തിൽ സംസാരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അള്ളാഹിനോട് നമ്മൾ അള്ളാഹിനെ ആദ്യം പുകഴ്ത്തിയിട്ട് ഇയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. അതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണം. അപ്പം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ ഖുശൂഓടുകൂടി നിൽക്കാൻ ഒരു മനുഷ്യന് സാധിച്ചാൽ അവൻ വിജയിച്ചിരിക്കും. ഇത് നിങ്ങൾ ആലോചിക്കുക. നമ്മളിപ്പോൾ അസർ നിസ്കരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ അസർ നിസ്കാരത്തിൽ എത്രമാത്രം ഖുശൂ ഉണ്ടായിട്ടുണ്ട്? ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടോ? ഇനി നമ്മൾ തറാവി നിസ്കരിക്കുന്നു, മറ്റു ജമാഅത്തിൽ നിസ്കരിക്കുന്നു. പലപ്പോഴും ആളുകൾ പരാതി പറഞ്ഞു വെച്ചാൽ നിസ്കാരത്തിൽ ഖുശൂ കിട്ടും. നിസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ലെങ്കിൽ ആ നിസ്കാരം സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ തഹ്ദുഹു സ്വലാത്ത് മക്തൂബ. ഒരു വിശ്വാസിയായ മനുഷ്യൻ, അവന് ഒരു ഫർളായ സമയം, നിസ്കരിക്കേണ്ട സമയം അവനെത്തുന്നു. എന്നിട്ട് ഫയുഹ്സിനു വുളുഅഹാ വഖുശൂഅഹാ, അവൻ്റെ വുളു നന്നാക്കണം. അപ്പോൾ ഒന്നാമത് നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട വുളു മുതൽ തുടങ്ങണം നമ്മൾ. പക്ഷെ നമ്മുടെ വുളു എങ്ങനെ? പൈപ്പട തുറന്നാൽ യാന്ത്രികമായിട്ടാണ് വുളു എടുക്കുക. ഒരു ഓട്ടോമാറ്റിക്കായിട്ട് വുളുകൊണ്ട് വരും നമുക്ക്. അത് നിയത്തുണ്ടാവില്ല, ഞാൻ വുളു എടുക്കണം എന്നുള്ള ബോധം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതിങ്ങനെ പൈപ്പട് തുറന്നാൽ വെള്ളം വരുന്ന പോലെ, വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന പോലെ നമ്മൾ വുളു ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. തല കതറണ്ടില്ല നിങ്ങൾ ചില ആൾക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് തല തടവിയെന്ന് ഹദീസിലുണ്ട്. മുകളിൽ ഇവിടുന്ന് കൊണ്ടുപോയി ബാക്കിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരും. അതാണായാലും പെണ്ണായാലും. പക്ഷെ നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ തോണ്ടിപ്പോവും. ചില മുജാഹിദീങ്ങളുടെ മുടി കേട് വരുമോ എന്ന് വിചാരിച്ചിട്ട് മെല്ലെ മോള് കൂടെ അങ്ങനെ കൊണ്ടുവരും.
അപ്പോൾ നിസ്കാരത്തിൽ ഖുശൂ കിട്ടാതിരിക്കുക, നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന വുളു തന്നെ കാരണമാണ് നമുക്ക്. പ്രവാചകൻ പറയാണ്, ഒരു മനുഷ്യൻ ഫയുഹ്സിനു വുളുഅഹ, ആ മനുഷ്യൻ അവൻ്റെ നിസ്കാരത്തിന് വേണ്ടിയുള്ള വുളു നന്നാക്കി, ഖുശൂഅഹ, അവൻ്റെ ഖുശൂഅനെയും അവൻ നന്നാക്കി, റുകൂഅഹ, ആ മനുഷ്യൻ്റെ ഖുശൂഉം റുകൂഉം സുജൂദും ഒക്കെ അവൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഖുശൂഅോടുകൂടി ചെയ്താൽ, ഇല്ലാ കാനത്ത് കഫാറത്തൻ ലിമാ ഖബ്ലഹാ മിനദ്ദുനൂബി, അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങൾക്കും ആ ഒരൊറ്റ നിസ്കാരം മതി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ശരിക്കും ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ 60 കൊല്ലം 70 കൊല്ലം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങൾക്കും ചെറിയ തെറ്റുകൾക്കും മാലം യഅതി കബീറത്തൻ വദാലിക തഹുൽകുല്ല, അവൻ്റെ ജീവിതകാലം മുഴുവനും അത് മതിയവന്. അപ്പോൾ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച്, നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യം എത്രയാണ്. നിസ്കാരത്തിൽ ഖുശൂ മാത്രമല്ല, അവൻ വുളു നന്നാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഹദീസിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വുളു എടുക്കുന്നവരാണെങ്കിൽ, നമ്മൾ വുളു എടുക്കുമ്പോൾ നമുക്ക് പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നുണ്ട്, കൈ കഴുകുമ്പോൾ, മുഖം കഴുകുമ്പോൾ, നമ്മൾ വായു വൃത്തിയാക്കുമ്പോൾ നമ്മുടെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുന്നുണ്ട്. ആ ഒരു ബോധ്യത്തോടുകൂടി നിസ്കരിക്കാൻ വുളു എടുത്ത് നോക്കി, പടച്ചോൻ എൻ്റെ തെറ്റുകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ. അപ്പം നമുക്ക് വുളു എടുക്കുമ്പോൾ തന്നെ ഖുശൂ ഉണ്ടാകും. പിന്നെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ വരുമ്പോൾ ഖുശൂ ഉണ്ടാകണം. ഞാൻ 5-6 കാരണങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കാം. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ട്. എല്ലാവരും പരാതി പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ കൊട്ടാവി വരിക, നിസ്കരിക്കുമ്പോൾ ഉറക്കം വരിക, തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ ആൾക്കാർ ഉറക്കം വരിക. എങ്ങനെ സഹോദരന്മാരെ, നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കയറിയിട്ട് ഫുട്ബോൾ കാണുന്ന ആരെങ്കിലും ഉറങ്ങണ കണ്ടു? ഞാൻ അതിൽ കണ്ടിട്ടില്ല. ഞാൻ ഫുട്ബോൾ കാണാൻ പോലില്ല, പക്ഷെ ആൾ ഉറങ്ങിയതായിട്ട് പറഞ്ഞ് കേട്ടിട്ടില്ല. ഫൈനൽ നടക്കുമ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ട് ഗാലറി കയറി ടിക്കറ്റ് എടുത്തിട്ട് ആരെങ്കിലും ഉറങ്ങണങ്ങൾ ആരും കണ്ടിരുന്നു? മറ്റുള്ള ആരും കണ്ടു. പക്ഷെ തറാവി കണ്ടില്ല നിങ്ങൾ? തറാവിക്ക് ഇമാമ് ഫാത്തിഹ സൂറത്തൊന്നും കിട്ടുമ്പോൾ കൈയിട്ടില്ല. പിന്നെ എപ്പോഴാണ് വരിക? അങ്ങോട്ട് ഇമാമിൻ്റെ ഓത്ത് ഇങ്ങനെ സ്ലോ ആയി വരുമ്പോൾ അപ്പം നമുക്ക് തോന്നി ഇമാം പോകാനായി. അപ്പോൾ ഓടി വന്നിട്ട് കൈയിട്ടു. എല്ലാവരും പറ്റിയും കിട്ടും. എന്നുവെച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് അത്രേ സൗകര്യമുള്ളൂ. ഉണ്ടാ ഒന്നാമത് മനസ്സിലാക്കണം, നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കണം. സഹോദരൻ, പടച്ചോൻ ആരാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ആ അക്ബറിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ ഖുശൂ കിട്ടും. അള്ളാഹ് ആരാന്ന് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ സിഫാത്തുകളും അള്ളാഹുവിൻ്റെ കാര്യങ്ങളൊക്കെ അതൊന്നും വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി സ്വലാത്ത മുവദ്ദിഅ്, നീ ഒരു വിടവാങ്ങിപ്പോകുന്നവൻ്റെ നമസ്കാരമാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിസ്കരിച്ചു. ഇപ്പം നമ്മൾ ഇനി മഗ്‌രിബ് നിസ്കരിക്കാൻ പോകണം. അല്ലാഹു തൗഫീഖ്. ഇതെൻ്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമായിരിക്കും. ഇനി ഒരു മഗ്‌രിബ് ഇശാ നിസ്കരിക്കാൻ പോകുമ്പോൾ എൻ്റെ മയ്യത്തിനെ പറ്റിയായിരിക്കും ആളുകൾ ചിന്തിക്കുക. എപ്പോഴാണ് മയ്യത്തെടുക്കണം എന്നതിനെ പറ്റിയാണ് ആളുകൾ ചിന്തിക്കുക എന്നുള്ള ബോധ്യത്തിൽ നിങ്ങളത് മഗ്‌രിബ് നിസ്കരിച്ചു നോക്കി. ഇശാ നിസ്കാരമാക്കുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ എൻ്റെ മയ്യത്തെത്തിയിട്ടുണ്ടാകും. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ബോധ്യത്തിൽ നീ ഒരു വിട വാങ്ങിപ്പോകുന്ന ഒരു നിസ്കാരം. അപ്പം നമ്മൾ തൂക്കിലേറ്റാൻ വിധിച്ചു നോക്കിപ്പോയി. ആ തൂക്കിലേറ്റാൻ പോകുന്നത് 8 മണിക്കാണ്, രാത്രി 8 മണിക്കാണ്. 7 മണിക്ക് നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയാൽ ആ നിസ്കാരം എങ്ങനെയായിരിക്കുമോ നമ്മൾ നമസ്കരിക്കുന്നത് അതുപോലെ നിസ്കരിച്ചാൽ നിന്റെ ജീവിതകാലം മുഴുവനും നീ ഖുശൂഉൽ നിസ്കരിക്കാൻ കഴിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാ സ്വല്ലി സ്വലാത്ത മുവദ്ദിഅ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നിസ്കാരത്തിൻ്റെ ഒരു മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കും. നിസ്കാരം എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയല്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ സ്വല്ലൈതും ഫലാ തൽതഫിതു, നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. ചില ആൾക്കാർക്ക് നിസ്കരിക്കാൻ കൈയ്യട്ടിയാൽ പിന്നെ ഇങ്ങനെ ഡ്രസ്സുമ്മ കളിക്കുക, അതുപോലെ തന്നെ പിന്നെ കൈമ കളിക്കുക, വിരലുമ്മ കളിക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു മാന്തി. ചില ആൾക്കാരുണ്ട്, നിങ്ങൾ പിന്നെ തട്ടൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ ആ തട്ടൊന്ന് ശരിയാക്കുക, പിന്നെ താടിമ കളിക്കുക. ഇങ്ങനെ നിസ്കാരത്തിൽ അശ്രദ്ധമായിക്കൊണ്ട് ചില ആൾക്ക് മേപ്പോട്ട് വെക്കും, അങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് വെക്കുക. ഇതൊന്നും നിസ്കാരത്തിൽ പാടില്ല. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ ഖുനൂത്തോടുകൂടി അച്ചടക്കത്തോടുകൂടി നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണം. ആ അല്ലാഹു അക്ബർ എന്നുള്ള നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെ തല താഴ്ത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ തല ഇങ്ങനെ താഴ്ന്നു. ഇങ്ങനെയല്ല റസൂൽ നിസ്കരിക്കാൻ. ചില കാര്യങ്ങൾ നിസ്കരിക്കാൻ കൈയ്യട്ടുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ മേപ്പോട്ട് നോക്കിയിട്ടാണ് കൈയ്യട്ട്. അതന്നെ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഇത്ര ഉയർത്തി
എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ തല താഴ്ന്ന നേരെ നോക്കില്ല, തല താഴ്ത്തിട്ട് നിൽക്കുക. അതാണ് ഖുശൂഅ്. ശരീരവും മനസ്സും ശരീരവും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖുശൂഅലാണ്. അപ്പം നിസ്കാരത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കും. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങണം, സുത്ര ഉണ്ടാകും. നിസ്കരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഷെയ്ഖുൽ ബാഖി റഹ്മത്തുള്ളാഹിയുടെ സിഫത്തു സ്വലാത്ത് വായിച്ചു. അത് സുത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര, ഒരു സുത്രയിലേക്കല്ല നിസ്കരിക്കാൻ പാടില്ല. നമ്മൾ ആൾക്കാർ പള്ളിയിൽ നിന്നൊക്കെ ആണ്ട് വന്നോട്ട് തന്നെ കൈയിട്ടാണ്. പിന്നെ എങ്ങനെ ഖുശൂ ഉണ്ടാകുക? നമ്മുടെ നിസ്കാരത്തിൻ്റെ അതിൻ്റെ ബൗണ്ടറി നിർണ്ണയിക്കണം. ഇതാണ് എൻ്റെ സുത്ര. അത് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഒരു എന്താ പറയുക, ഒരു അമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഒട്ടകക്കട്ടിലിൻ്റെ വലിപ്പം, ഒരു ചില പേനയൊന്നുമില്ല. അതൊന്നും കിട്ടിയില്ലെങ്കിൽ അവസാനത്ത് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇല്ലാത്തപ്പൊന്നല്ലാതെ ഒരു ചെയർ, അതല്ലെങ്കിൽ ഒരു ചുമര്, ഒരു കസേര, എന്തെങ്കിലും ഒരു വസ്തു നിസ്കാരത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകണം. അതിൻ്റെ മുമ്പോടെ നടക്കാൻ പാടില്ല. അത് തടയണം എന്ന് റസൂൽ പറഞ്ഞു. അത് കുട്ടികളായിരുന്നാലും ആരായിരുന്നാലും തടയണം. കുട്ടികളെ വെച്ചിട്ട് അതിലാണ് വന്നില്ല. കുട്ടികൾ ബാക്കിൽ കൂടെ വന്നിട്ട് കുട്ടികൾക്ക് എടുത്ത് നിസ്കരിക്കാനും കുഴപ്പമില്ല. പക്ഷേ റസൂൽ പറഞ്ഞു ഒരാളെയും കടത്തിവിടാൻ പാടില്ല. അത് നമ്മളെ ഖുശൂഅനെ ബാധിക്കും. അതുപോലെ തന്നെ ഇദാ സ്വല്ല അഹദുക്കും ഇലാ സുത്രത്തിൻ ഫല്യദ്നു മിൻഹാ, നിങ്ങൾ അതിലേക്ക് അടുത്ത് നിൽക്കണം. ലാ യഖ്തഉ ശൈത്താൻ അലൈഹി സ്വലാത്തു, നിസ്കാരത്തിൽ അവൻ്റെ ശൈത്താൻ അവൻ്റെ നിസ്കാരത്തെ മുറിക്കാതിരിക്കട്ടെ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ നിസ്കാരത്തിൽ മരണത്തെ ഓർക്കുക. അതേപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓർക്കുക. നിങ്ങൾ ആലോചിക്കുക, ഒരു മനുഷ്യൻ ശരിക്കും ആത്മാർത്ഥമായി അവൻ്റെ ആ പ്രാർത്ഥനകളൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ തഖ്വന് കിട്ടും. അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായാ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. പടച്ചോനെ, എൻ്റെയും എൻ്റെ തെറ്റുകളുടെയും ഇടയിൽ നീ ചക്രവാളങ്ങൾ തമ്മിലുള്ള വിദൂരത ഉണ്ടാക്കണമെന്ന്. ഞാൻ ഇവിടെയാണെങ്കിൽ, ഞാൻ കിഴക്കിലാണെങ്കിൽ എൻ്റെ തെറ്റിൻ്റെ പടിഞ്ഞാറാണ്. എന്താ പറയുക, ഞാനും തെറ്റും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാകുന്നില്ല. അല്ലാഹുമ്മ നഖ്നി മിനൽ ഖതായാ കമാ നഖൈത തൗബൽ അബീദ മിനൽ ദനസ്. നല്ലൊരു വെള്ളക്കുപ്പായം, ആ വെള്ളക്കുപ്പായം ചളി വൃത്തിയാക്കിയാൽ എങ്ങനെ ഉണ്ടാകുക, അതുപോലെ പടച്ചവൻ്റെ നിസ്കാരം കൊണ്ട് എൻ്റെ ഹൃദയത്തെയും എൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണമെന്നൊരു മനുഷ്യനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇതൊക്കെ അവിടെ ഇങ്ങനെ ഒരു നാമങ്ങനെ വന്നു പോയാൽ ഇവിടെ കറങ്ങൂല. അതൊക്കെ മനസ്സ് തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതിന് പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കണം, വൃത്തിയുള്ള സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധയെ തെറ്റിക്കുന്ന കാര്യങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഖുശൂഅനെ ബാധിക്കും. വിരിപ്പുകളാണെങ്കിലും അതുപോലെ തന്നെ മുസല്ലകളാണെങ്കിലും ഭയങ്കര നല്ല ചിത്രപ്പണിയുള്ള കാബൻ്റെയും അതുപോലെ തന്നെ നല്ല ഫോട്ടോ പിന്നെ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു ഖുശൂ പോകും. നല്ല വസ്ത്രം ധരിക്കണം. നിസ്കരിക്കുമ്പോൾ യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങളുടെ അലങ്കാരം സ്വീകരിച്ചുകൊണ്ടാണ് അള്ളാഹിൻ്റെ മുമ്പ് വരുന്നത്. അതൊക്കെ ആണുങ്ങളോട് പ്രത്യേകം പറയണം, പ്രത്യേകിച്ച് കുട്ടികളോട് പറയണം. മെസ്സി റൊണാൾഡോ ഒന്നും പള്ളിക്ക് വരണ്ട. പള്ളിക്ക് നമ്മൾ ഏറ്റവും നല്ല, നമ്മൾ ഏറ്റവും ഇന്നലെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചാൽ എല്ലാ ഭക്തരോടും എല്ലാം പറഞ്ഞാൽ നിസ്കരിക്കാൻ വരുമ്പോൾ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നല്ല വസ്ത്രം ധരിക്കണം. നമ്മൾ ബെഡ്റൂമിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളല്ല അള്ളാഹിൻ്റെ പള്ളിക്ക് വരുമ്പോൾ ഇട്ടുണ്ട്. രാത്രി നമ്മൾ കിടക്കണ പോയി ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങളല്ല അള്ളാഹിൻ്റെ പള്ളിക്ക് വരുമ്പോൾ. ഖുദൂ സീനതകും, അള്ളാഹ് തന്നതാണ് സീനത്ത്. നമുക്ക് വസ്ത്രം അള്ളാഹ് തന്ന നിഅമത്താണ്. ആ നിഅമത്തിനെ പടച്ചോൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇടണം. നല്ല വസ്ത്രം ധരിക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. ഇതൊക്കെ നമ്മളെ ഖുശൂഅനെ ബാധിക്കും. നമ്മളെന്താ ചെയ്യുക? നമ്മൾ വല്ല റൊണാൾഡോ ഉണ്ടാവും നിസ്കരിക്കാൻ, റൊണാൾഡോ ഉണ്ടാവും, മെസ്സി ഉണ്ടാവും, വേറെ ആൾക്കാരൊന്നും എനിക്കറിയില്ല. കുട്ടിയൊക്കെ പിന്നെ ഏറ്റവും വലിയൊന്നും ഉണ്ടാവില്ല കുട്ടിയൊക്കെ. ഇതൊന്നും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. കാഫിറിന് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പം അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തവരെ പേര് വെച്ചിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വന്നാൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവോ? ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ച് നിസ്കരിക്കാൻ പറ്റും. ഇനി പെണ്ണുങ്ങളോട് എനിക്ക് പറയണം വെച്ചാൽ നിസ്കാരക്കുപ്പായം ധരിക്കണം കുഴപ്പമില്ല, പക്ഷെ ഇടയ്ക്ക് തിരുമ്പണം. റമളാൻ മാസത്തിൽ മാത്രം തിരുമ്പാൻ പറ്റും. ഈ മണക്കണ കുപ്പായിട്ടിട്ട് നിങ്ങൾ മനുഷ്യൻ്റെ മുമ്പ് വെക്കും ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ അള്ളാഹിൻ്റെ മുമ്പ് കയറും. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള നിസ്കാരക്കുപ്പായം ധരിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ഇത് ആണുങ്ങളോടുള്ളതാണ്. യാ ബനി ആദം, മനുഷ്യന്മാരുടെ മൊത്തത്തിലുള്ള നല്ല വസ്ത്രം ധരിക്കുക,
ഇത് നമ്മുടെ ഖുശൂവിനെ ബാധിക്കും. അതുപോലെ തന്നെ മനസ്സ് ശാന്തമാകണം. മൂത്രയിക്കാൻ മുട്ടുന്ന സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. ഭക്ഷണത്തിന് നല്ല വിശപ്പുണ്ട്, മൂത്രയിക്കാണ്ട് ബാത്റൂം പോകാണ്ട് അത് രണ്ടും കഴിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴേക്കും ഇങ്ങനെ ആടിപ്പിച്ചാലൊക്കെ ഉണ്ട്. മൂത്രയിക്കാൻ പിന്നെ അങ്ങനെ അങ്ങനെയല്ല. ജമാഅത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം, ജമാഅത്തെ നിസ്കരിക്കണം. അപ്പോൾ ഇതൊക്കെ നിസ്കാരത്തിൽ ഖുശൂ കിട്ടാനുള്ള സംഗതികളാണ്. അതുപോലെ തന്നെ ഞാനതൊന്നും കൂടി വിശദീകരിക്കുന്നില്ല, വേഗം പറഞ്ഞു പോകാം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞെന്താ പറയുക, നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവും. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അവർ പിന്തിരിയുന്നവരായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ കാര്യമായിട്ട് പണി എന്താ, ആവശ്യമില്ല അത്യാവശ്യമില്ല അനാവശ്യങ്ങളാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ കയറണം എന്തിനാ? ഇപ്പം റമദാനൊന്നും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങാത്ത ഖുർആൻ ഒരു ജുസ് ഓതാൻ സമയമുണ്ട്. പക്ഷേ നമ്മൾ പിന്നെ എത്രയാണ് സമയം നമ്മൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. റമദാനാണ്, പിന്നെ ആൾക്കാർ കയ്യിൽ എപ്പോഴും മൊബൈൽ തന്നെ. ഒരു സംസ്കാരത്തിൽ മാറ്റം വന്നിട്ടില്ല റമദാനായിട്ട്. അത് നമുക്ക് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിയണം. ഇത് മുഅ്മിനുകളുടെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയണം. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഇതൊരു സ്ഥലത്തൂടെ നടന്നു പോകുകയാണെങ്കിൽ വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ, ഒരു ലഗ്വിൻ്റെ ഒരു വിനോദ സ്ഥലങ്ങളിലൂടെ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്തൂടെ പോകുകയാണെങ്കിൽ മർറൂ കിറാമ, അവർ മാന്യന്മാരായിക്കൊണ്ട് നടന്നു പോകും. അതിലൂടെ അവർ ശ്രദ്ധിക്കൂല എന്നാ. അവിടെ അങ്ങനെ തല പാളിയൊക്കെ നോക്കൂല. അത് എനിക്കെൻ്റെ നമ്മൾ ജീവിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കണം. റസൂൽ പറഞ്ഞ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ്റെ ഇസ്ലാം എപ്പോഴാണ് നന്നാകുക, ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകുന്ന ഒരു പൂർണ്ണ മുസ്ലിം ആയപ്പോഴാണ് തർക്കുഹു മാ ലാ യഅനി, അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ ഒഴിവാക്കി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, അത്യാവശ്യ കാര്യങ്ങൾ മാത്രം. ഇപ്പം റമദാനിൽ ഇപ്പം നമ്മളൊക്കെ എത്ര ഖുർആൻ ഓതി തീർത്തു, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. റമദാനിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖത്തം തീർക്കണം എന്നാണ് എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുക. അതൊരു വസിയത്താണ് സ്വീകരിക്കണം. അല്ലാത്തൊരു റമദാനിൽ ഓനെന്ത് റമദാനാണ്. ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഖുർആൻ ഒരു പ്രാവശ്യം ഓതി തീർക്കാൻ സമയം കിട്ടിയില്ല. ഭയങ്കര തിരക്കാണ്, കച്ചവട തിരക്കുണ്ട്, ഒക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ നമ്മളെക്കാൾ ഒക്കെ തിരക്കുള്ള നമ്മുടെ മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ, സഹാബത്താകട്ടെ, അവരൊക്കെ നമ്മളെക്കാൾ എത്രയോ ഖുർആൻ ഓരോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പള്ളിയിൽ, ആ പള്ളിയിൽ ഓരോ തൂണിൻ്റെ അടുക്കലും 10 ഖത്തം തീർത്ത റസൂലുള്ളാഹിന്റെ സഹാബത്തുണ്ട്. പള്ളിയുടെ ഓരോ തൂണിൻ്റെ അടുത്തും 10 പ്രാവശ്യം ഖത്തം തീർക്കും. നമുക്ക് 10 പ്രാവശ്യം ഒരു പ്രാവശ്യം ഖത്തം തീർക്കാം. അതിൽ ആണുങ്ങൾ കുറച്ച് വേക്കിലാണ്, പെണ്ണുങ്ങൾ കുറച്ച് ഉഷാറാക്കാൻ. അതുകൊണ്ട് ഇനി പ്രായഭേദമന്യേ എല്ലാവരോടും ഞാൻ പറയും, ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യം ഖത്തം തീർക്കണം. അത് നമുക്കൊരു നിയ്യത്തുണ്ടാണ്, അതൊരു വാശി നമ്മൾ കാണിക്കണം. അതിൽ നമുക്ക് പലതും വാശി ഉണ്ടല്ലോ. അപ്പം ആ നിയ്യത്തും വാശിയും നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അതിനുണ്ടാകും. അതോ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞ ചില അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, ഇത് മുഅ്മിന്റെ സ്വഭാവമാണ്. എല്ലാത്തിലും ഇപ്പോൾ സോഷ്യൽ മീഡിയക്കുള്ള കാലത്തുനിന്ന് എല്ലാത്തിനും അഭിപ്രായം പറയേണ്ടതാണ്. നമ്മളെല്ലാ കാര്യത്തിനും അഭിപ്രായം പറയാൻ പാടില്ല. എല്ലാ സത്യവും വിളിച്ചു പറയേണ്ടതില്ല, പറയുന്നത് സത്യമായാൽ മതി. അങ്ങനെ സത്യമല്ല, എല്ലാ സത്യം പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പറയുന്ന സത്യമായാൽ മതി. എല്ലാത്തിനും നമ്മൾ അഭിപ്രായം പറയേണ്ട. നമുക്ക് അറിവുള്ള, നമുക്ക് പ്രാപ്തിയുള്ള കാര്യങ്ങളിൽ മാത്രം അഭിപ്രായങ്ങൾ പറയാം. അത് അത്യാവശ്യമുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. കുല്ല ഖൈർ ഔ യസ്മത്. ഇതിന് നീ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും ഖൈർ എന്ന് പറഞ്ഞാൽ നല്ലതെന്നല്ല. ഖൈർ എന്ന് പറയുന്ന അർത്ഥം എന്താ? ഏറ്റവും നല്ലതെന്നതിൻ്റെ അർത്ഥം. അഖിയറാണ് ശരിക്കും. ഹംസത്ത് ഈ കസ്റത്തുൽ ഇസ്തിമാൽ കൊണ്ട് പോയതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അഖിയർ എന്നാണ് ശരിക്കും വാക്കിൻ്റെ അർത്ഥം. അഖിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, നല്ലതെന്നല്ല, ഏറ്റവും നല്ലത്. അപ്പോൾ ഏറ്റവും നല്ലത് മാത്രം പറയും, എന്തെങ്കിൽ മിണ്ടാതിരിക്കുക. അത് നമ്മൾ വിശ്വാസികളുടെ സ്വഭാവമായി കൊണ്ട് പറഞ്ഞത്. ഇനി അല്ലാഹു പറയും വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സക്കാത്ത് കൊടുക്കണം. സാമ്പത്തിക ശുദ്ധീകരണം കുറേ വിശദീകരിക്കേണ്ടതാണ്. സക്കാത്ത് കൊടുക്കണം. പെണ്ണുങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. 10 പവൻ ഉണ്ടെങ്കിൽ സക്കാത്ത്. ഇപ്പോൾ സ്വർണത്തിനൊക്കെ എത്ര വില, വെള്ളിക്കും പിന്നെ വില കൂടിയിട്ടുണ്ട്. വെള്ളി പരഞ്ഞാണൊക്കെയുള്ള പഴയ പെണ്ണുകളുണ്ടാവും, സക്കാത്ത് കൊടുക്കില്ല. അപ്പം അതിൻ്റെ കണക്ക് കാര്യമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കുക. 10 പവനത്തിലേറെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് നിർബന്ധമായി സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് മാത്രം പോരാ, സമ്പത്തിൽ ശുദ്ധീകരണത്തിന് സദഖയും വേണം. സക്കാത്ത് നിർബന്ധമാണ്,
വല്ലദീന ഹും ഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം എന്ന് ഒരു സ്ഥലത്ത് കാണാം, വല്ലദീന ഹും ഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം. രണ്ടും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഹഖ്ഖും മഅലൂമുണ്ട്, മഅലൂമല്ലാത്ത ഹഖ്ഖുൻ, രണ്ടും വിശുദ്ധ ഖുർആൻ പ്രയോഗമൊക്കെ കാണാം. അഥവാ നിർബന്ധമായിക്കൊണ്ടും അറിയപ്പെട്ട ഇത് പറഞ്ഞാൽ പിന്നെ സക്കാത്താണ്. അതല്ലാത്ത സ്വതക്കലുണ്ടാകും. നമുക്ക് റമദാനിൽ എല്ലാ ദിവസവും നമുക്ക് സ്വതക്ക ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കാരണം നമ്മളെല്ലാ ദിവസവും നോമ്പ് എടുക്കുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട് ഇല്ലേ? അതുപോലെ എല്ലാ ദിവസവും നമുക്കൊരു സ്വതക്കയും വേണം. അത് വലിയ സംഖ്യ ആണെന്നില്ല, ഒരു 50 റുപ്യ 100 റുപ്യ. അതിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ GPay ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ രഹസ്യമായി സ്വതക്ക, അത് രഹസ്യമായി കൊടുക്കാൻ കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. ഇൻ തുബ്ദു സ്വദഖാത്തി ഫനിഅമ്മായി വഇൻ തുഖ്ഫൂഹാ വതുഅ്തുൽ ഫുഖറാ ഫഖൈർ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായ. നിങ്ങളത് രഹസ്യമാക്കുകയും അതിൻ്റെ അർഹരായ ഫഖീർമാർക്ക് കൊടുക്കുകയും ചെയ്താൽ അത് ഏറ്റവും നല്ലതാണ്. ഇപ്പം രഹസ്യമായി കൊടുക്കുക, പെണ്ണുങ്ങൾ കൊടുക്കുക, ആണുങ്ങൾ കൊടുക്കുക. പെണ്ണുങ്ങൾ കൊടുത്താൽ പെണ്ണുങ്ങൾ കിട്ടും, ആണുങ്ങൾ കൊടുത്താൽ ആണുങ്ങൾ കിട്ടും. അതുകൊണ്ട് സക്കാത്തും സ്വതക്കയും ഒക്കെ, സ്വതക്ക എന്നുള്ള പദം ഉണ്ടായതങ്ങനെ സിദ്ഖെന്ന, സ്വതക്ക എന്നുള്ള പദം സിദ്ഖെന്ന. പണ്ഡിതന്മാർ പറയാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വസ്സദഖത്തു ബുർഹാനുൻ എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞാൽ അസ്സദഖത്തു ഹുജ്ജത്തുൻ അലാ ഈമാനി ഫാഇലിഹാ. ഒരു മനുഷ്യൻ തൻ്റെ പൈസ കീശ നിർത്താൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ഈമാനിൻ്റെ സിദ്ഖിൻ്റെ അലാമത്താണ്. അതാണ് സ്വതക്ക. സിദ്ഖെന്നുണ്ട്. ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് സ്വതക്ക കൊടുക്കുക, അല്ലാത്തൊന്നും കിട്ടൂല. ഫഇന്നൽ മുനാഫിഖ യംതനഉ മിൻഹാ. അത് മുനാഫിക്കിന് കഴിയില്ല. അതുകൊണ്ടാണ് പിന്നെ വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ പറഞ്ഞത്. മടുപ്പോട് കൂടിയായിരിക്കും അവർ സ്വതക്ക കൊടുക്കുക. അങ്ങനെ ഒരിക്കലും കൊടുത്തിട്ട് കാര്യമില്ല. ആത്മാർത്ഥം ഉള്ളതുപോലെ കൊടുക്കുക. അത് നമ്മുടെ ഓരോ സ്വതക്കയും നമ്മുടെ ഈമാനിൻ്റെ സത്യസന്ധതയുടെ അടയാളമാണ്. ഫമൻ തസദ്ദഖ ഇസ്തദല്ല ബിസദഖതിഹി അലാ സിദ്ഖി ഈമാനിഹി. ഒരാളുടെ സ്വതക്ക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈമാനിൻ്റെ സിദ്ഖിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ആത്മാർത്ഥ സ്വതക്ക കൊടുക്കുക. അതാണ് മുഅ്മിനീങ്ങളുടെ മറ്റൊരു സ്വഭാവം. പിന്നെ അവർ പറഞ്ഞു വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം സഹോദരന്മാർ. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ലൈംഗിക വിശുദ്ധി കളഞ്ഞു കുളിക്കപ്പെട്ടൊരു കാലഘട്ടമാണ്. മുഅ്മിനുകളായ ആളുകൾ പോലും, വിശ്വാസികളായ ആളുകൾക്ക് പോലും വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാത്ത അത്രയും വഷളായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വ്യഭിചാരം ഒരു കുറ്റകരമാണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ പോലും പറയുന്ന എന്താ ഇപ്പോൾ ലിവിങ് ടുഗദർക്ക് എനിക്ക് എന്താ കുഴപ്പം, അതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യണമെന്നില്ലേ? നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള ഏതോ ശൈത്താൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനല്ല, നാടോടുമ്പോൾ നമ്മൾ എവിടെ ഓടാൻ പാടില്ല, അള്ളാഹുവിൻ്റെ ഖുർആൻ സുന്നത്തനുസരിച്ച് നമ്മൾ ഓടണ്ടേ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വലാ തഖറബു സിന, നിങ്ങൾ സിന ചെയ്യുന്നില്ല, നിങ്ങൾ അടുത്തേക്ക് പോകാൻ പാടില്ല. കാരണം അടുത്താൽ പെട്ടുപോകും. അത് ഏത് മുമ്പിനാണെങ്കിലും പെട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ ശിർക്കിൻ്റെ അടുത്ത് പോരുന്നല്ല, വ്യഭിചാരത്തിൻ്റെ അടുത്തേക്ക് പോകരുത്. അതുകൊണ്ട് പെട്ടുപോകും. അതുകൊണ്ട് വിശ്വാസികളുടെ സ്വഭാവം എന്ന് പറയാം വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മുഅ്മിനീൻ. സ്വന്തം ഭാര്യമാരെ സമീപിക്കുക, അതല്ലെങ്കിൽ അടിമ സ്ത്രീകൾ. നമ്മുടെ നാട്ടിൽ അടിമ സ്ത്രീകളില്ല. തൻ്റെ ലൈംഗികമായ പൂർത്തീകരണം സ്വന്തം ഭാര്യമാരുടെ മാത്രമാണ്. അതല്ലാത്ത അതിൻ്റെ പിന്നിൽ നിന്ന് വല്ല മാർഗവും അവൻ സ്വീകരിച്ചാൽ മുന്നുകൂടെ ഉണ്ടാവില്ല, ഒക്കെ ബാക്ക് കൂടെ കയറും. എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിൽ ചാറ്റിങ്. നമ്മളെ കുട്ടികൾക്കൊക്കെ പിന്നെ ഈ അടുത്ത് കുറച്ച് ദിവസം മുമ്പ് എന്നോട് ഒരു ആണ് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ച അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠനാണ്, കല്യാണം കഴിച്ചു, ഇപ്പോൾ തലാഖിലേക്ക് എത്തിക്കുക. കാരണം എന്താ വെച്ചാൽ പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ്, മുസ്ലിം കുട്ടിയാണ്, പെൺകുട്ടിയാണ്, പിന്നെയാണ് അറിഞ്ഞിട്ടുള്ളത് അവർക്ക് പണ്ടത്തെ ഫ്രണ്ട്സൊക്കെ പോലും ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണ് പറയുക, ഇൻസ്റ്റാഗ്രാമിൽ 2 അക്കൗണ്ട്, ഒരു അക്കൗണ്ട് എല്ലാവരും കാണുന്ന അക്കൗണ്ട്, മറ്റേ അക്കൗണ്ട് ആരും കാണാത്ത അക്കൗണ്ട്. അപ്പോൾ ഈ കാണാത്ത അക്കൗണ്ടിൽ ഓളൊപ്പം പഠിച്ച് ആൺകുട്ടികളോടെല്ലാം അപ്പോൾ അത് ഒരു പ്രാവശ്യം ഭർത്താവ് പിടിച്ചപ്പോൾ എനിക്കത് ഒഴിവാക്കാൻ കഴിയില്ല, എനിക്കെൻ്റെ ഫ്രണ്ട്സിനെ ഒഴിവാക്കാൻ കഴിയില്ല. അവസാനം അവൾ തലാഖ്. ഞാൻ പറഞ്ഞത് ഇത് മുസ്ലിം സമുദായത്തിൽ ഇന്ന് വ്യാപകമാണ്. നമ്മുടെ പെൺകുട്ടികളിൽ ഇത് വ്യാപകമാണ്, ആൺകുട്ടികളും വ്യാപകമാണ്. സഹോദരൻ, അള്ളാഹു നമ്മിൽ നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയും.
യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. മനുഷ്യന്മാരെന്ന് മറച്ചു വെക്കാൻ നമുക്ക് സ്ക്രീന് അല്ലെങ്കിൽ 2 സ്ക്രീനാക്കുക, അല്ലെങ്കിൽ സ്ക്രീൻ മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ അള്ളാഹുവിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ നമുക്ക് ആർക്കും കഴിയില്ലല്ലോ. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അതുകൊണ്ട് വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദ്, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അശ്ലീലങ്ങൾ അതിന് അള്ളാഹ് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ ഖുൽ ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. കണ്ണ് താഴ്ത്തുക, ആവശ്യമില്ലാത്തതിലേക്ക് നോക്കാൻ പറ്റുന്ന ആണും താഴ്ത്തണം പെണ്ണും താഴ്ത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാലിക അസ്കാ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും തസ്കിയത്തുണ്ട്. കണ്ണുകൊണ്ടാണ് ആദ്യത്തെ തുടങ്ങാൻ തോന്നിയാസം തുടങ്ങും. അതുകൊണ്ട് കണ്ണ് പെണ്ണുങ്ങൾ കാണുമ്പോൾ മാത്രമല്ല, മൊബൈലിലും താഴ്ത്തണം. വ്യഭിചാരം അതുപോലെ തന്നെ സ്വയംഭോഗം അതാണിലുണ്ട് പെണ്ണിലുണ്ട്, ഹറാമാണ്. ഒമനിബത്തഹ വറ അദാലിക എന്ന ആയത്ത് വിശദീകരിച്ച് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, ഇത് ഹറാമാണ്, സ്വയംഭോഗം ചെയ്യാൻ പാടില്ല. പക്ഷെ ഇന്നതൊക്കെ വ്യാപകമായിരിക്കുന്നു. അതുപോലെ തന്നെ സ്വവർഗരതി ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. അതൊന്നും കുഴപ്പമില്ലല്ലോ. ആണും പെണ്ണും ആണ് കല്യാണം കഴിക്കുക, പെണ്ണും കല്യാണം കഴിക്കുക. നമ്മുടെ മാപ്പിള ജാതിയിൽപ്പെട്ട 2 കല്യാണം കഴിച്ച് ഈ സമൂഹത്തിൽ നാറ്റിച്ച്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇത് വളരെ ഗുരുതരമാണ്. അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം നമുക്ക് നിഷിദ്ധമാണ്. അതുകൊണ്ട് നമുക്ക് ആദർശവിശുദ്ധി മാത്രം പോരാ, ആദർശവിശുദ്ധിയുള്ളവരെ ശൈത്താൻ വഴിതെറ്റിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ലൈംഗിക വിശുദ്ധിയില്ലായ്മ. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അത്തരത്തിൽ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പിന്നെ അങ്ങനെ ഒരു വിശുദ്ധി ഇല്ലായ്മ സമൂഹത്തിൽ വളർന്നു വന്നാൽ പ്രവാചകൻ പറയാണ്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പ് സമുദായത്തിന് കൊടുക്കാത്ത ശിക്ഷകളൊക്കെ ഈ സമുദായത്തിന് അള്ളാഹ് കൊടുക്കും. അപ്പോൾ എന്തൊക്കെ പിന്നെ പേരുള്ള രോഗങ്ങളൊക്കെയാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് വ്യഭിചാരം ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ല. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു പൂർണ്ണമായ ഈമാനുള്ള ഒരു മുഅ്മിൻ ഒരിക്കലും വിഭജിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവൻ വിചരിക്കുമ്പോൾ അവൻ്റെ ഈമാൻ കണ്ട് ശരാശരി കണ്ട് താഴുന്നു. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. നമ്മുടെ സ്വർഗം കിട്ടുന്ന മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല വ്യഭിചാരത്തിലേക്ക് പോകും. അത് കണ്ണുകൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും കൈകൾ കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും ഒന്നുകൊണ്ടാണെങ്കിലും വിശ്വാസം എല്ലാത്തിനും വിജയനുണ്ട്. കണ്ണിനുണ്ട്, കൈക്കുണ്ട്, മനസ്സിലുണ്ട്, ഒക്കെ ഉണ്ട്. അതിൽ നിന്നെല്ലാം പൂർണ്ണമായി വിട്ടു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അള്ളാഹ് പറഞ്ഞു വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. ഇതൊന്നും ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അവൻ്റെ അമാനത്തം സൂക്ഷിക്കും. വിശ്വാസികളുടെ ക്വാളിറ്റി എന്ന് പറയും, അവൻ്റെ അമാനത്തിൽ നമ്മൾ വീഴ്ച വരുത്തില്ല. ഒരു കാര്യത്തിന് ഏൽപ്പിച്ചാൽ അത് പൂർണ്ണമായും ഇഖ്ലാസോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി അവൻ ചെയ്യും. അതുപോലെ തന്നെ കരാറ് പാലിക്കും, വാക്ക് പറഞ്ഞാൽ പാലിക്കും. ഇപ്പം ഇന്നത്തെ സമുദായത്തിൻ്റെ അവസ്ഥ ഇന്ന് നമ്മുടെ കൗമാണ് നമ്മളെ ആളുകൾ ഏറ്റവും കൂടുതൽ വഞ്ചിക്കണം, പറ്റിക്കണതാര. ഇന്ന് ആരെ സഹോദരന്മാരെ വിശ്വസിക്കാൻ പറ്റും? ബാപ്പാനെ പോലും വിശ്വസിക്കാൻ പറ്റും, മക്കളെ വിശ്വസിക്കാൻ പറ്റും, ബാപ്പാക്ക് ജ്യേഷ്ഠന്മാരെ വിശ്വസിക്കാൻ പറ്റും. നിങ്ങൾ അടിച്ച് ഗൾഫിലേക്ക് പോകുന്ന ആളുടെ കയ്യിൽ പൊതി കൊടുക്കാണ്. ആരെ കൊടുക്കണ? ജ്യേഷ്ഠൻ. എന്താ കൊടുക്കണത്? എയർപോർട്ടിൽ പിടിക്കുക. ഇതൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടന്നതല്ലേ? ആരെയാണ് വിശ്വസിക്കുക? ഒരിക്കലും സഹോദരന്മാരെ ഒരു വിശ്വാസി വഞ്ചിക്കാൻ പാടില്ല. റസൂൽ പറഞ്ഞു ആയത്തുൽ മുനാഫിഖ് തന്നെ, മുനാഫിഖിൻ്റെ സ്വഭാവം 3 സംസാരിച്ചാൽ കളവ് പറയാം. അതുപോലെ തന്നെ വഇദ വഅദ വഖലഫ, വാക്ക് പറഞ്ഞ ലംഘിക്കുക. വഇദ തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക. ഇന്നതൊന്നും ഒരു പ്രശ്നമല്ല. കള്ളസാക്ഷ്യം പറയും. ഇപ്പോൾ കോടതിയിലേക്ക് പോയി വയ്ക്കുന്നു. ഏത് കേസിലാണ് കള്ളസാക്ഷ്യം ഇല്ലാത്ത കേസ് മുസ്ലിം സമുദായത്തിൽ? അങ്ങോട്ട് പറയുന്ന കളവ് പറയാൻ യാതൊരു മടിയില്ല. മറ്റുള്ള ഒരു മുഅ്മിൻ അപ്പുറത്തെ മുഅ്മിനാണ്, അവൻ വഞ്ചിക്കാൻ പാടില്ല, കള്ളസാക്ഷ്യം പറയാൻ പാടില്ല. ഇതൊന്നും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു പ്രശ്നമേ അല്ല. അത് ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ എപ്പോഴും എല്ലാ നിലക്കും ക്വാളിറ്റി ഉള്ളവനായിരിക്കണം. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവൻ്റെ വാക്കിൽ ക്വാളിറ്റി ഉണ്ട്. വാക്ക് പറഞ്ഞതാണ്, പറഞ്ഞത് ചെയ്യാൻ കഴിയുന്നതേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഒക്കെ എല്ലാത്തിനും ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇപ്പം പേടിയാണ്. ഇൻഷാ അല്ലാഹിൻ്റെ വില എത്രയാണ് നിങ്ങൾക്കറിയാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര കാലത്ത് വഹി മുടങ്ങിയിട്ടുണ്ട് ഇല്ലേ? സൂറത്ത് കഹ്ഫിൻ്റെ ചരിത്രങ്ങൾ പിന്നെ തഫ്സീർ വായിച്ച് നമുക്കറിയില്ലേ? മക്കത്തെ മുശ്രിക്കുകൾ ഒന്ന് റസൂലുള്ളാഹിനെ പരീക്ഷിക്കാൻ വേണ്ടി ജൂതന്മാരെ സഹായത്തോട് ചോദ്യം ചോദിച്ചു. അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി ചോദിച്ചു, അതുപോലെ തന്നെ യജൂജ് മജൂജിനെ പറ്റി ചോദിച്ചു, റൂഹിനെ പറ്റി ചോദിച്ചു. നബി പറഞ്ഞു ഞാൻ നാളെ പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല, വഹി വന്നില്ല. മുശ്രിക്കുകൾ ആഘോഷിച്ചില്ലേ? നമ്മൾ നടക്കൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പറയും ഇൻഷാ അല്ലാഹ്. ഒരിക്കലും പറയാൻ പാടില്ല. അള്ളാഹുവിനെ നമ്മൾ ഒരു കരാറാണ്, പഠിച്ചോനായിട്ടുള്ള കരാറാണ്. ആ കരാർ ലംഘിക്കാൻ പാടില്ല.
ഇനി സത്യം ചെയ്ത് അങ്ങനെ സത്യം ചെയ്ത് ലംഘിച്ചില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷയ്ക്ക് അതിൻ്റെ കഫാറത്തൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ നമ്മുടെ വാക്കിനും അതുപോലെ തന്നെ എല്ലാത്തിനും വില ഉണ്ടാകണം. അത് ലംഘിക്കാൻ പാടില്ല. ലംഘിക്കാൻ പറ്റുന്നത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കണം. ജോലി സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യൂല, അങ്ങോട്ട് ഇങ്ങനെ നേരെ നടക്കുക, ശമ്പളം വാങ്ങണം. ഇതൊക്കെ ഈ ആയത്തിനെതിരാണ്. കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ സഹോദരന്മാർ നിർവഹിക്കണം. നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ എന്താണോ ആ സ്ഥാപനത്തിൽ ആ ശമ്പളം തരുമ്പോൾ ആ സ്ഥാപനം ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വേഗം രാജിവെച്ച് പോരണം. ഇല്ലെങ്കിൽ ഈ ആയത്തിനെതിരാണ്. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ എന്ന ആയത്തിനെതിരാണ്. നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉള്ളിൽ ജോലിൻ്റെ ഉള്ളിൽ വേറെ ജോലി നടക്കും. ഓണത്തിൻ്റെ കൂട്ടച്ചവൻ ചില ആൾക്കാർ പറഞ്ഞു നമ്മുടെ ജോലി ഇങ്ങനെ നടക്കട്ടെ, പക്ഷെ സ്ഥാപനത്തിൽ ജോലി നടക്കില്ല. അതൊരിക്കലും പാടില്ല. ഇത് ഹറാമാണ്. നമ്മുടെ സമ്പാദ്യം ഹലാലല്ല. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും. എന്നാൽ അതൊന്നും ഒരു പ്രശ്നമല്ല. ഒപ്പിട്ട് പോരുക, നിങ്ങളുടെ ശമ്പളം വാങ്ങിപ്പോരുക. എന്താണതൊക്കെ? അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഭക്ഷണം ഹലാലല്ലെങ്കിൽ എങ്ങനെ സഹോദരന്മാർ സ്വർഗത്ത് കിടക്കുക? റസൂൽ പറഞ്ഞില്ല, അന്നാറു ഔലാ ബിഹി, ഹറാമ് കൊണ്ട് ജീവിച്ച ശരീരം അന്നാറു ഔലാ ബിഹി, അതിനേറ്റവും അർഹതയുള്ളത് നരകമാണ്. സ്വർഗത്ത് കിടക്കും. അതുകൊണ്ട് ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. റസൂൽ പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നല്ലോണം പേടിച്ചും സൂക്ഷിച്ചും നമ്മളെല്ലാവരും ജീവിക്കുക. അതുപോലെ തന്നെ അവസാനമായി എന്ന് പറഞ്ഞു, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. ആദ്യം നിസ്കാരത്തിൽ ഖുശൂഇന്റെ കാര്യം പറഞ്ഞു, പിന്നെ നിസ്കാരത്തിൽ ഹാഫിദായിരിക്കും. അതുകൊണ്ടാണ് ഹാഫിദു എന്നാണ് ഖുർആൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു. ഹാഫിദു അല സ്വലവാതി യുഹാഫിദു അല സ്വലാത്ത്. എന്താ ഹിഫ്ദു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? നിസ്കാരത്തിൽ നിന്ന് സംരക്ഷിക്കുക. ഒരു കാര്യം സംരക്ഷിക്കുന്ന അവിടിട്ട് പറഞ്ഞത് നിസ്കാരത്തെ നമ്മൾ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണം എന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ജമാഅത്ത് പോകാൻ പാടില്ല. അത് റമദാനിലും അല്ലാത്തപ്പോൾ പോകാൻ പാടില്ല. അതിനു മുമ്പുള്ള റവാത്തിബ് നിസ്കരിക്കണം. അതിനു മുമ്പുള്ള ശേഷമുള്ള റവാത്തിബ് നിസ്കരിക്കണം. നിസ്കാരത്തിന് മാനസികമായി ഒരുങ്ങണം. നിസ്കാരം മുഹാഫദത്തു സ്വലാത്ത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ ഇതെല്ലാം ഉണ്ടാണ്. അപ്പോഴും ഹാഫദത്തു സ്വലാത്ത്, റവാത്തിബ് നിസ്കാരങ്ങളും ഖുശൂഇന്റെ റുക്കൂ. ഇപ്പോൾ ആളുകൾ നിസ്കാരമൊക്കെ എന്ന് വെച്ചാൽ അങ്ങോട്ട് സുജൂദ് റുക്കുവൊക്കെ ചെയ്യുന്നല്ലാതെ അതൊക്കെ യാന്ത്രികമാണ്. അതൊന്നും മുഹാഫദത്തു സ്വലാത്തല്ല. ശരിക്ക് നിസ്കരിച്ച് അതിൻ്റെ ഒരു റാഹത്ത് അരിഹനായ ബിസ്സലാത്തി യാ ബിലാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ബിലാലിനോട്, ബിലാൽ നിസ്കാരം കൊണ്ട് ഞങ്ങൾക്കൊരു കൺകുളിർമ കൊണ്ടാണ്. നമ്മളെന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം വരും നിസ്കരിക്കാൻ പോവുക ചെയ്യാം. റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പ്രയാസം വരും 2 റക്അത്ത് വേഗം പോയി അള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കും. നമ്മളോ പ്രയാസമൊന്നും നിസ്കാരത്തല്ല. ഒരു തലവേദന നിസ്കാരമില്ല, ജമാഅത്തില്ല, തലവേദന നിസ്കാരമില്ല. ഒരു കുടുംബത്തിൽ മരണം ഉണ്ടെങ്കിൽ ആർക്കും നിസ്കാരമില്ല. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. ഇത് മുഅ്മിന്റെ ക്വാളിറ്റിയാണ്. നിസ്കാരത്തെ പൊന്നുപോലെ സൂക്ഷിക്കാതെ ശരിക്കും അതിൻ്റെ അർത്ഥം പറഞ്ഞു. നിസ്കാരത്തെ നമ്മൾ ഒരു ഹിഫ്ള് സംരക്ഷിക്കുക. നിസ്കാരത്തെ നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കുക. ഈ നിസ്കാരം പോയ സഹോദരന്മാരെ നമ്മളില്ല. അൽഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത്. നമ്മുടെയും കാഫറിൻ്റെയും ഇടയിലെ വ്യത്യാസം നിസ്കാരം. അതില്ലെങ്കിൽ പിന്നെ നമ്മളും കാഫറും തമ്മിൽ എന്താണുള്ളത്? നമ്മൾ നാൽക്കാലികൾ തമ്മിൽ എന്താണ്? നാൽക്കാലികൾ രാവിലെ എഴുന്നേൽക്കുന്നു, മൂത്രയിക്കുന്നു, അവർ മലമൂത്ര വിസർജനം നടത്തുന്നു, ഒരു വസ്ത്രമില്ലാന്ന വ്യത്യാസം. നമ്മൾ നാൽക്കാലി നമ്മൾ യാതൊരു വ്യത്യാസം. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ 10 ക്വാളിറ്റികളൊക്കെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് സുൽത്താനോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, അയ്യുൽ അമൽ അഫ്ളൽ, നബി ഏറ്റവും അഫ്ളലായ അമൽ ഏതാണ്? ഏറ്റവും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും അഫ്ളൽ അമൽ അസ്സലാത്തു അലാ വഖതിഹാ. നിസ്കരിക്കാന്നല്ല, അലാ വഖതിഹാ, നിസ്കാരം അതിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കലാണ്. പെണ്ണുങ്ങളോട് എനിക്ക് പറയണം, ആണുങ്ങൾ നിർബന്ധമായിട്ട് ജമാഅത്തിൽ പള്ളിയിൽ പോകണം. നിങ്ങളെപ്പോഴും നിസ്കരിക്കൽ, എപ്പോഴും മഗ്‌രിബ് നിസ്കരിക്കൽ, 2 റക്അത്ത് 2 നിസ്കാരം കൂടി കൂട്ടിയിട്ട് ഒറ്റ നിസ്കാരം നിസ്കരിക്കും. ആ നിസ്കാര കുപ്പായത്തിനുള്ളൊന്നും ഇറങ്ങാതെ നിസ്കരിക്കും. അസ്സലാത്തു അലാ വഖതിഹാ, നല്ലോണം ശ്രദ്ധിക്കുക. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുള്ളത്. അപ്പോൾ വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ, നിസ്കാരത്തെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുക. എന്നിട്ടുള്ള പറയും, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാകുന്നു അനന്തരമെടുക്കുന്ന ആളുകൾ. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫിഹാ ഖാലിദൂൻ. ഏത് സ്വർഗ്ഗമാണ് ഈ ആളുകൾ കിട്ടാന്നറിയും?
ജന്നാത്തുൽ ഫിർദൗസ്. അള്ളാഹു തൗഫീഖ് ചെയ്യും പറഞ്ഞിട്ട്. ജന്നാത്തുൽ ഫിർദൗസ് അനന്തരം കൊടുക്കുന്ന ആളുകളുടെ ക്വാളിറ്റിയാണ്. എന്താ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അൽ ഫിർദൗസു റബവത്തുൽ ജന്ന വഔസതുഹാ വഅഫ്ദലുഹാ. സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കാഴ്ചകൾക്കും നമ്മുടെ ഭാവനകൾക്കൊക്കെ എത്രയോ അപ്പുറം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയ്യുൻ. ഒരു നഫ്സും കണ്ടിട്ടില്ല സ്വർഗം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം സ്വർഗം മുഴുവൻ കണ്ടിട്ടില്ല, കുറച്ച് ഭാഗം കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സ്വർഗം മുഴുവൻ കണ്ടിട്ടില്ല. റസൂൽ സ്വർഗത്തിൽ കയറിയിട്ടുണ്ട്, ദഖൽതു ജന്ന, പക്ഷെ മുഴുവൻ കണ്ടിട്ടില്ല. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയ്യുൻ. ഒരു നഫ്സിനും അറിയില്ല, ഒരു നഫ്സിന് അള്ളാഹ്ക്ക് മാത്രം അറിയും. അങ്ങനെ അള്ളാഹ് വിശ്വാസികൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഭൂതികളിൽ ഏറ്റവും അഫ്ളലായ സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. ഇന്ന ഫിൽ ജന്നതി മിഅതു ദറജ അഅദഹു അല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് മാ ബൈന ദറജതൈനി കമാ ബൈന അസ്സമാഇ വൽ അർദ്. സ്വർഗത്തിൽ 100 തട്ടുകളുണ്ട്. അള്ളാഹിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അത് ഒരുക്കി വെച്ചതാണ്. ഓരോ തട്ടിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫഇന്ന ഔസതൽ ജന്നതി വഅലൽ ജന്നതി വറഫഖു അർശുർ റഹ്മാൻ. അല്ലാഹുവിന്റെ അർശിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്വർഗ്ഗത്തിന്റെ തട്ടാണ് ജന്നാത്തുൽ ഫിർദൗസ്. അതിൽ നിന്നാണ് ബാക്കി സ്വർഗ്ഗത്തിലേക്കുള്ള അതികളും അരുവികളും ഒക്കെ ഒഴുകിക്കൊള്ളുന്നത്. അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ ജന്നാത്തുൽ ഫിർദൗസിലുള്ള ആളുകളായിരിക്കും. അവർക്കുള്ള ക്വാളിറ്റിയാണ് അള്ളാഹു പറഞ്ഞത്, ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവർ നിത്യവാസികളായിരിക്കും. ആ സ്വർഗം എന്ന് പറഞ്ഞ സഹോദരന്മാരെ, നമ്മുടെ ഭാവനക്കും പിന്നെ ആളുകളൊക്കെ ഈ ദീന് മനസ്സിലാക്കാൻ തൗഫീക്ക് കിട്ടിയിട്ടും ഈ ദീന് സ്വീകരിക്കാൻ തൗഫീക്ക് കിട്ടിയിട്ടും, ഞാൻ അവസാനിപ്പിക്കാൻ, തൗഫീക്ക് കിട്ടിയിട്ടും ഈ സ്വർഗത്തിൻ്റെ പാതയിൽ വിട്ടുപോകുന്ന എത്ര ദൗർഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ പെടാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം, ലോകത്തെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലൊക്കെ നമ്മുടെ സഹോദരന്മാർ വലിയ പ്രയാസത്തിലാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുകളിൽ സൈറകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നവർ തറാവീഹ് നിസ്കരിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഈ ഫിത്നകൾ അവസാനിപ്പിച്ച് നമ്മുടെ സഹോദരന്മാർക്ക്, മുസ്ലിം ഉമ്മത്തിന് സമാധാനവും ഐക്യവും മനഃശാന്തിയും അമ്നും നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ മുഴുവൻ ശത്രുക്കളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഉള്ളിൽ നിന്നും പുറത്തുനിന്നുള്ള മുഴുവൻ ശത്രുക്കളെയും കുതന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഈ റമദാൻ കൊണ്ട് സ്വർഗം നേടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെല്ലാവരും നമ്മുടെ മാതാപിതാക്കളുണ്ട്, കൂട്ടുകുടുംബങ്ങൾ, അവർക്ക് അള്ളാഹു സ്വർഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെയും നമ്മെ നല്ല ജന്നാത്തുൽ ഫിർദൗസിൽ ഓർമ്മിച്ചു കൊണ്ടുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد. السلام عليكم ورحمه الله.